ക്ലാസ് സിസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ കണ്ടന്റ് എന്ന് പറയുന്നത് മോർണിംഗ് റുട്ടീനാണ്. നമ്മൾ ഇന്നലെ നൈറ്റ് റുട്ടീൻ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു, പക്ഷേ കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമുക്കത് ഇടാൻ പറ്റിയില്ല. ഇനി നിങ്ങൾക്ക് നൈറ്റ് റുട്ടീൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക നൈറ്റ് റുട്ടീൻ വേണമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നാളെ നമുക്ക് എക്സാം ആയതുകൊണ്ട് പഠിക്കാനും ഉണ്ട്. അതിൻ്റെ പേരിൽ തന്നെ നമുക്കൊന്ന് ജേർണലും ക്രാഫ്റ്റും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതാ സ്റ്റിക്കേഴ്സും ബ്രഷ് പെന്നും ഒക്കെ ആയിട്ട് ഇബ്ബു ഇവിടുന്ന് ജേർണൽ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഇബ്ബുവിൻ്റെ തന്നെ ഒരു ഡയറിയാണ് കേട്ടോ, ജേർണൽ ഡയറി. അപ്പോൾ അതിലോള് എന്താ പറയുക കുറേ ചെയ്യാറുണ്ട് ജേർണൽസൊക്കെ. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല രസമാണ്. പിന്നെ നമ്മൾ കടിൽ ഡയറീസ് ആണെങ്കിൽ കടിൽ ക്ലൗഡ് ആണ് 2 ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒറ്റപ്പം ഇരുന്ന് കാണലാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ എക്സാം ഉള്ളേരം കുറച്ച് വൈകും കാണാൻ. അപ്പോൾ സെൽഫ് കെയർ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കടിൽ ക്ലൗഡ് കണ്ടിട്ടാണ് സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പം കുറച്ച് എന്താ പറയുക ചെക്സിൻ്റെയും അതേപോലെ സിക്സാഗ് ഷേപ്പും അത് ലവ് ഷേപ്പും അത് ഡോട്ട് ഷേപ്പൊക്കെ ഉള്ളത് ഒരു പാറ്റേൺ പേപ്പേഴ്സ് ആയിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഇതുവരെ എന്താ വീഡിയോ എടുക്കാത്ത വിചാരിച്ചാൽ നമുക്കിതുവരെയിട്ടും സ്കൂൾ എക്സാം ഉണ്ടായിരുന്നു. സ്കൂൾ എക്സാം കഴിഞ്ഞപാട് മദ്രസത്തെ എക്സാമും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും എടുക്കാത്തത്. ഇനി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ വോൾ പോസ്റ്റേഴ്സും അതേപോലെ വോൾ ഹാങ്ങിങ്ങൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 10 മണിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇബുവിൻ്റെ തന്നെ കലോത്സവത്തിനൊക്കെ ഫ്ലവേഴ്സ് മേക്കിങ്ങിന് ഓൾ ഫ്ലവർ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാണ്. ഓൾ ഡെയ്സി ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് മാത്രമേ ജേർണലൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ 2-3 ജേർണൽ പേപ്പേഴ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചെയ്തത് ടു ഡു ലിസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ വീഡിയോ കൂടി കൊടുക്കുന്നുണ്ട്. ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ബ്രഷ് പെന്നിനെ കൊണ്ട് കുറച്ച് പിക്ചേഴ്സും അതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടത് അത് മാത്രം എഴുതിയിട്ടുള്ളതാണ് എൻ്റെ ഒരു ടു ഡു ലിസ്റ്റ്. നിങ്ങളിതൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് പറയണം കേട്ടോ. അപ്പം നമ്മുടെ ടു ഡു ലിസ്റ്റ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഇട്ടപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് കാരണം ഇത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയ കാരണം എൻ്റെ എല്ലാ പരിപാടികളും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കുഞ്ഞ് മോർണിംഗ് റൂട്ടീൻ ഇതോടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പം നൈറ്റ് റൂട്ടീൻ വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബൈ.